നിരീശ്വരവാദം അശാസ്ത്രീയമായ അസംബന്ധം അതാ തലക്കെട്ടിൽ തന്നെ ആ വിഷയത്തിൻ്റെ ഏതാണ്ട് എല്ലാ തലങ്ങളുമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ വാഹനത്തിന് ഒരു കേട് സംഭവിച്ചു. പുറത്തിറങ്ങി നോക്കിയിട്ട് എവിടെ നിന്നൊരു വാഹനം കിട്ടുന്നില്ല. പെട്ടെന്ന് 4 ടയറുകൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. അതെൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ഒരു ക്രമത്തിൽ നിന്നു. അതിൻ്റെ മുകളിൽ എവിടെ നിന്നോ ഒരു ചെയ്സ് വന്നിങ്ങനെ ഫിറ്റായി. അതിൻ്റെ മുകളിൽ എൻജിനും ബോഡിയും വന്നു. അകത്ത് സീറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. ആ വാഹനം ഓടിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്ന് പറഞ്ഞാൽ ശരാശരി ബുദ്ധിയുള്ള മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തു പറയും? എന്തോ വട്ട് കേസാന്ന് പറയും. ആ വട്ട് കേസിന് ആധുനിക സമൂഹം നൽകിയിരിക്കുന്ന പേരുകളാണ് നിരീശ്വരവാദം, യുക്തിവാദം, അതുപോലെ ലിബറൽ വാദം, നാസ്തികത, പിന്നെ എക്സ് മുസ്ലിം, അങ്ങനെ ഒരുപാട് പേരുകൾ. ഈ പേരുകളുടെയൊക്കെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന വട്ട് കേസ്. എന്ന് പറഞ്ഞാൽ ഒരു മണൽത്തരി പോലും സ്വമേധയാ യാദൃശ്ചികമായി ഉണ്ടാകുമെന്ന് ഇക്കാലം അത്രയുമുള്ള മനുഷ്യൻ്റെ ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ഒരാൾക്ക് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ തന്നെയാണ് ഈ മഹാപ്രപഞ്ചവും അതിലടങ്ങിയിരിക്കുന്ന സകലമാന സൃഷ്ടിജാലങ്ങളും സ്വമേധയാ ആരുടെയും ഇടപെടലില്ലാതെ അങ്ങനെ ഉണ്ടായതാണ്, യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ് എന്ന അബദ്ധജടിലമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്ന ആളുകൾ തങ്ങൾ യുക്തിവാദികളാണ് എന്ന് അവകാശപ്പെടുന്നത്. മുസ്ലിം സമൂഹത്തിൽ ഇടക്കാലത്ത് ഖദറിനെ നിഷേധിക്കുന്നൊരു ടീമുണ്ടായിരുന്നു. ആ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുടെ പേര് ഖദരിയാക്കളെന്നാണ്. ഖദറിനെ നിഷേധിക്കുന്നവർക്ക് ഖദരിയാക്കൾ എന്ന് പേര് നൽകുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ യുക്തിബോധമെന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സമൂഹത്തിന് യുക്തിവാദികൾ എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ച മറ്റൊന്നുമല്ല, ഈ ആളുകൾ തങ്ങളുടെ പ്രമാണമായി സ്വീകരിക്കാറുള്ളത് പലപ്പോഴും ശാസ്ത്രമാണ്. എന്നാൽ ആ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കൊച്ചു മണൽത്തരിയെങ്കിലും സ്വമേധയാ ഉണ്ടാകും എന്ന് തെളിയിക്കാൻ ഇന്ന് വരെ സാധിച്ചില്ലാത്ത ആളുകളാണ് ആ ശാസ്ത്രത്തിൻ്റെ പ്രമാണമാക്കി ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം ഈ മഹാപ്രപഞ്ചമടക്കം സ്വമേധയാ ഉണ്ടായതാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് അതിൻ്റെ വീഴ്ചയും തകർച്ചയും തളർച്ചയുമെല്ലാം നേർക്കുനേരെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ അതിൻ്റെ ചെറിയ ചില പാട്ടുകൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഭൂമി അത്യത്ഭുതകരമായിരിക്കുന്ന ഒരു സംവിധാനം, ഒരു ഗ്രഹം. മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് ഇവിടെ ജനിച്ചു വളർന്ന് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു പരിധി എത്തിയാൽ ആ ശരീരങ്ങളെ വീണ്ടും തിരിച്ചു സ്വീകരിക്കാൻ ആവശ്യമായ സകലമാന സംവിധാനങ്ങളും ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വല്ലാത്ത അത്ഭുതകരമായിരിക്കുന്ന പ്രതലം. വിശുദ്ധ ഖുർആൻ അതിന് ഫിറാശി എന്നാണ് ഉപയോഗിച്ചത്. ഫിറാശി എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ അർത്ഥം പറഞ്ഞാൽ സർവ്വസജ്ജ എന്ന് പറയാം. ഇവിടേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഇവിടെ ജനിച്ചു വീഴുന്നൊരു മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ, വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം, സൗരോർജം, അങ്ങനെ അവനെ സഹായകമായി മാറുന്ന ബാക്ടീരിയ മുതലുള്ള ഒട്ടനേകം ജീവജാലങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വെറും കൈയോടെയാണ് മനുഷ്യനെ കൊണ്ട് വിട്ടുള്ളത് എങ്കിൽ ആ ഭൂമിയെക്കുറിച്ചുള്ള ആലോചന മാത്രം മതിയാകുമല്ലോ ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഗോളമായിരിക്കുന്ന ഭൂമിയെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നുവെങ്കിൽ അയാൾക്കൊരിക്കലും ഒരു നിരീശ്വരവാദിയാവാൻ
യുക്തിവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദിയാവാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ ഭൂമിയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒട്ടേറെ മറ്റ് സൗകര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, വൈവിധ്യങ്ങൾ, രാപ്പകലിൻ്റെ വ്യതിയാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടി ഇവിടെ സംവിധാനിച്ചിരിക്കുന്ന സിസ്റ്റം എന്താ? ഭൂമി ഒന്ന് ഭ്രമണം നടത്തുന്നു. നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ 1 മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ. അതേ ഭൂമി പരിക്രമണം നടത്തുന്നു 1 മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗതയിൽ. ഈ 2 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി സ്വയം ഭ്രമണം നടത്തുന്നത് കൊണ്ട് നമുക്ക് രാവും പകലും ഉണ്ടാകുന്ന എന്ന ഏറ്റവും പ്രകടമായ പ്രത്യക്ഷമായ കാര്യങ്ങൾ. എന്നാൽ അതിനടുത്തിരിക്കുന്ന വേഗത ഇതാരും നിശ്ചയിച്ച? ഒന്നത് കറങ്ങണം ആരും നിശ്ചയിച്ചാന്ന് നമ്മൾ പറയണം. 2, അതിൻ്റെ വേഗത ആരും നിശ്ചയിച്ചു? ഭൂമി സ്വയം നിശ്ചയിച്ചാണോ? ഭൂമി സ്വയം നിശ്ചയിച്ചാണെന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് അത് കൂട്ടാനും കുറക്കാനും പറ്റില്ലേ? ഇപ്പോഴുള്ള വേഗത കൂട്ടാനും കുറക്കാനും സാധിക്കില്ലേ? ഒന്ന് കുറച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ 1670 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമി അത് 167 കിലോമീറ്റർ ആക്കി ചുരുക്കിയാൽ നമ്മുടെ ദിവസം 240 മണിക്കൂറുണ്ടാവും. ജീവിക്കാൻ പറ്റുമോ? എങ്കിൽ ഇതല്ല, 1670 കിലോമീറ്റർ വേഗതയിൽ തന്നെയാണ് ഭൂമി സഞ്ചരിക്കേണ്ടത്, സ്വയം കറങ്ങേണ്ടത്, ഭ്രമണം നടത്തേണ്ടത് എന്നാര് തീരുമാനിച്ചു? അതാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഭൂമി പരിക്രമണം നടത്തുവാൻ 1,80,000 കിലോമീറ്റർ വേഗത എടുക്കുന്നത് കൊണ്ട് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 15 കോടി കിലോമീറ്റർ അതിങ്ങനെ കൃത്യമായി നിലനിൽക്കുകയാണ്. ആ അകലം നിലനിൽക്കുന്നതുകൊണ്ട് സൂര്യനിൽ നിന്ന് മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായ അളവിലും തോതിലും ചൂടും പ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ അകലം ഇത്തിരി കുറഞ്ഞു പോയാലോ? ഈ അകലം കുറഞ്ഞു പോയാൽ ഭൂമി സൂര്യനിലേക്ക് ആകർഷിക്കപ്പെടുകയും കൂടുതൽ അടുക്കുകയും അവസാനം ഭൂമി സൂര്യൻ്റെ ചൂടേറ്റ് കത്തിക്കരിഞ്ഞ് ഒരു തീഗോളമായി മാറുകയും ചെയ്യും. മനുഷ്യനെന്നല്ല ഒരു ജീവിക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. തിരിച്ചോ, സൂര്യൻ അകന്നാൽ, ഇപ്പോൾ ഈ അകലം ഒന്ന് കൂടിയാൽ അത് സൂര്യനിൽ നിന്ന് അകന്ന് അതിലേക്കുള്ള വെയിലിൻ്റെ ചൂടിൻ്റെ എല്ലാ അവസ്ഥകളും മാറി അത് തണുത്ത് ഒരു ഐസ് ഗോളമായി മാറും. മനുഷ്യനടക്കം ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയാത്ത പരുവത്തിലേക്ക് മാറും. എങ്കിൽ അതൊന്നുമില്ലാതെ തണുപ്പിന് തണുപ്പുണ്ട്, ചൂടിന് ചൂടുണ്ട്, വെയിലിന് വെയിലുണ്ട്, മഴയ്ക്ക് മഴയുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളും കാലങ്ങളും സമയങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ഈ ഭൂമി ഇങ്ങനെ സംവിധാനിച്ചത് ആര്? വെറുതെ ഉണ്ടായി. എന്തോ ഒരു യാദൃശ്ചികതയിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്നവരേക്കാൾ, അതൊരു വിശ്വാസമാണല്ലോ, ആ വിശ്വാസത്തെക്കാൾ വലിയ അന്ധവിശ്വാസം ലോകത്ത് പറയുന്നുണ്ട്. എങ്കിൽ ആ അന്ധവിശ്വാസം വെച്ചു പുലർന്ന നിരീശ്വര നിർമ്മത നാസ്തിക യുക്തിവാദികളെക്കാൾ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ഈ ഭൂമിയിൽ മറ്റാരുണ്ട്? അത് നമ്മുടെ ആലോചനയ്ക്ക് വിധേയമാവേണ്ട ഒരു ചെറിയ വിഷയം എന്നൊക്കെ പറഞ്ഞാണ്. ഈ ഭൂമിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ അത്ഭുതകരമായ സങ്കീർണമായ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സൂചനകളുടെ എല്ലാം ആകത്തുകയായി പറഞ്ഞു വച്ചിരിക്കുന്ന ഒറ്റ വാക്ക്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്. ആധുനിക ശാസ്ത്രം പറയുന്നു ഏതാണ്ട് മണ്ണിലടങ്ങിയിരിക്കുന്ന 70ഓളം മൂലകങ്ങളാണ് മനുഷ്യ ശരീരം. ഈ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്ന 70ഓളം മൂലകങ്ങൾ കൊണ്ട് നേരെ നോക്കിയാൽ മണ്ണുമായി ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ ഈ ശരീരക്രമം എങ്ങനെ, ഈ ഘടന എങ്ങനെ സംവിധാനിച്ചു, എങ്ങനെ ഉണ്ടായി? അത് അങ്ങനെ സ്വമേധയാ ഉണ്ടായതാണെങ്കിൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ഉണ്ടാവാലോ. മണ്ണിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ മണ്ണിങ്ങനെ പ്രത്യേകമായ രൂപത്തിലേക്ക് മാറി ഒരു മനുഷ്യ ശരീരമായി മാറുന്നതിന് ഇപ്പം എന്താ തടസ്സം? പണ്ടെങ്ങാണ്ടൊരിക്കൽ അങ്ങനെ ഒന്നുണ്ടായെങ്കിൽ ഇനിയും അതുണ്ടായിക്കൂടെ? അതിങ്ങനെ തുറന്നു വന്നുകൂടെ? എന്നാൽ യഥാർത്ഥത്തിൽ അനുബന്ധമായി വന്നിരിക്കുന്ന അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ അത്യത്ഭുതകരമല്ലേ? എങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ ഈ മണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുകയും
ആ സൃഷ്ടിപ്പിനൊരു ക്രമവും ശിഷ്ടവും ഉണ്ടാക്കി തീർക്കുകയും ലോകാവസാനം വരെയുള്ള മനുഷ്യർ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പും അതിങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രഥമ അധ്യായത്തിൽ, പ്രഥമ ആഹ്വാനത്തിൽ പഠിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ വാക്യത്തിലൂടെ തന്നെ ഖുർആൻ പറഞ്ഞ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുക. ആ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും പ്രഥമഘട്ടത്തിൽ വരുന്ന അലക്കിനെ കുറിച്ച് പഠിക്കുക. ആ പഠനങ്ങളും ഗവേഷണങ്ങളും നിങ്ങളെ കൊണ്ടെത്തിക്കുക നിങ്ങളുടെ സൃഷ്ടാവായിരിക്കുന്ന റബ്ബിലേക്കാണ്. ആ തലത്തിൽ പഠിക്കാൻ ശ്രമിക്കണമെന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. നമ്മുടെ ചിന്തയെ ആ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മനുഷ്യൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ശരീരക്രമത്തെ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തലച്ചോറിൻ്റെ ഒന്ന് അതിൻ്റെ ഭൗതികമായിരിക്കുന്ന അല്ലെങ്കിൽ പദാർത്ഥവുമായി ബന്ധപ്പെട്ട പദാർത്ഥ തലമുണ്ട്. ആ തലത്തെ പരിശോധിച്ചാൽ നമുക്കറിയാം തലച്ചോറിൻ്റെ നാഡീവ്യൂഹങ്ങൾ. അത് മണിക്കൂറിൽ ഏകദേശം 170 മുതൽ 270 വരെ കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ നാഡീവ്യൂഹങ്ങൾ. ഇത് നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിലൂടെ വാഹനം ഓടുന്നതിനേക്കാൾ വേഗതയിലാണ്. അതുമാത്രമല്ല, തലച്ചോറ് ഒരു 12 മുതൽ 25 വരെ വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു LED ബൾബ് കത്തിക്കാൻ ആവശ്യമായിരിക്കുന്ന വെളിച്ചം അത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിവരശേഖരമോ അതിനേക്കാൾ അത്ഭുതമായിരിക്കുന്ന കാര്യമാണ്. ഏതാണ്ട് കോടിക്കണക്കിന് പുസ്തകങ്ങൾക്ക് തുല്യമായ 2.5 പെറ്റാബൈറ്റ്സാണ് അതിൻ്റെ ഏതാണ്ട് കണക്ക് പറയാറുള്ളത്. കോടിക്കണക്കിന് പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനങ്ങൾ മുഴുവനും ശേഖരിക്കാൻ മാത്രമുള്ള ശേഖരം എന്നതിനകത്തുണ്ട്. ഈ ചെറിയ തലച്ചോറിനകത്തുണ്ട്. ഒരു 1.5 കിലോക്ക് താഴെ മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇതിങ്ങനെ സംവിധാനിച്ചാരാ? ഇതാണ് നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ബുദ്ധി? എങ്ങനെയാണ് ബുദ്ധിയുടെ വൈവിധ്യം? എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലല്ലോ. ആ ബുദ്ധി കൊണ്ട് നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും ശ്രമിച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒരേ രൂപത്തിലല്ലല്ലോ മനസ്സിലാവുന്നത്. സ്കൂൾ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ആ വൈവിധ്യങ്ങളുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ബുദ്ധിയുടെ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന രസകരമായിരിക്കുന്ന കഥ ഒരു 10 വർഷം മുമ്പ് മാതൃഭൂമിയിൽ വന്നിരുന്നു. ആ രസകരമായ കഥ തന്നെയാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക, ഞാനതിലേക്ക് പോകുന്നില്ല. ആ ഐൻസ്റ്റീൻ എന്തുകൊണ്ട് ഇത്ര വലിയ ബുദ്ധിമാനായി എന്ന് പഠിക്കാനാണ് തലച്ചോറ് നോക്കിയത്. പക്ഷേ അതിനോ അല്ലെങ്കിൽ അതിനോട് സമാനമായിരിക്കുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒട്ടേറെ തലച്ചോറ് നോക്കുമ്പോൾ എവിടെയും ഒരു സൂചന പോലും കിട്ടുന്നില്ല. കാരണം എന്താ? ചില വലിയ വലിയ സയൻറ്റിസ്റ്റുകളുടെ തലച്ചോറുകൾ നോക്കുമ്പോൾ അതിന് നല്ല ചുളിവുകൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ അകത്തുള്ള ചുളിവുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ചുളിവുകളായിരിക്കും ഇയാൾ ഇത്രയും വലിയ ഒരു ചിന്തകനാവാൻ അല്ലെങ്കിൽ ബുദ്ധിമാനാവാൻ കാരണം എന്നിങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് അതേ രൂപത്തിലുള്ള വേറെയും തലച്ചോറ് കിട്ടുന്നു. ആ തലച്ചോറിനുടമെ അന്വേഷിക്കുമ്പോഴോ അദ്ദേഹം നാട്ടിലെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിയും വിവേകവും അല്ലെങ്കിൽ ആ നിലക്ക് ചിന്താശേഷിയൊന്നും അത്ര വളർന്നിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ തലച്ചോറ് ഈ പറയുന്ന ചുളികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ, ഒരു ചിന്തകൻ്റെ തലച്ചോറ് പരിശോധിച്ചപ്പോൾ അത് ഭയങ്കര വലിപ്പം കൂടുതലാണ്, സാധാരണത്തെ കൂടുതലുണ്ട്. എന്നാൽ അതായിരിക്കും ഇയാൾ വലിയ ചിന്തകനാവാൻ കാരണം എന്നാലോചിച്ച് വരുമ്പോഴാണ് അതേ വലിപ്പത്തിലുള്ള വേറെ തലച്ചോറ് കിട്ടുന്നു. അതിൻ്റെ ഉടമയെ അന്വേഷിക്കുമ്പോഴോ നാട്ടിലിങ്ങനെ വീടുകളൊക്കെ കയറി ഈ അഴുക്ക് വന്നിരിക്കുന്ന തുണികളൊക്കെ വാങ്ങി അത് അലക്കിക്കൊണ്ട് കൊടുക്കുന്ന ഒരു അലക്കുകാരി പെണ്ണാണത്. അവളുടെ തലച്ചോറാണ്. അതിരിത്ര വലിയ ബുദ്ധി ചെയ്തൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ തലച്ചോറ് വെച്ച് അതിൻ്റെ കൂടെ 99ഓളം തലച്ചോറുകൾ വേറെ പരിശോധിച്ചിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹം വലിയ ബുദ്ധിമാനായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മളെല്ലാം പഠിച്ചു, എല്ലാം മനസ്സിലാക്കി, എല്ലാം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല, ഒരു ഈശ്വരൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ശക്തിയുടെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ
അതിന് തൊട്ട് ഇവിടെ നമ്മൾ പറയാം, ആ സഞ്ചരിക്കാൻ പോലും നമ്മളെ പ്രേരിപ്പിച്ച് നമ്മുടെ ബുദ്ധിയും ചിന്തയുമാണെങ്കിൽ ആ ബുദ്ധിയും ചിന്തയും നമുക്ക് എങ്ങനെ കിട്ടി? അതിലെ വൈവിധ്യത്തിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ, ഹൃദയം, ഗർഭസ്ഥ ശിശു ഏതാണ്ട് 2-3 ആഴ്ച കഴിയുമ്പോഴേക്ക് ആ ഹൃദയം മിടിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ തവണ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 96,000 മുതൽ 1,00,000 തവണ വരെ മിടിക്കുകയാണ്. അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, ആ മിടിപ്പ്, ആ സംവിധാനം എങ്ങനെ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച് മരിക്കുവോളം തുറന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രതിഭാസം. അങ്ങനെ വർക്ക് ചെയ്യാവുന്ന വല്ല മെഷീനറീസും ഇന്ന് വരെ മനുഷ്യൻ്റെ നിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. വളരെ അത്ഭുതകരം. അതോടൊപ്പം തന്നെ രക്തം പമ്പ് ചെയ്യുന്നതിന് അവസ്ഥ എന്താ? ഏകദേശം ഒരു മനുഷ്യൻ്റെ ഹൃദയം പമ്പ് ചെയ്യുന്ന, ഒരു ആയുസ് കൊണ്ട് പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് എത്ര ഉണ്ടാവും തരുമോ? ഒരു 200 ടാങ്ക് വാഗണുകൾ നിറക്കാൻ മാത്രം ഉള്ള രക്തം ഉണ്ടാവും. ഒരു 200 ടാങ്ക് വാഗണുകൾ നടക്കാൻ മാത്രമുള്ള രക്തം. ഇത് നമ്മുടെ ഹൃദയം അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ അളവാണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, നമ്മൾ ശാസ്ത്രം പഠിച്ച് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ വിഷയം എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടായത് എവിടുന്ന? ഈ മണ്ണിൻ്റെ സത്തിൽ നിന്ന്. മണ്ണ് പരിശോധിച്ച് നോക്കിയാലോ, നേർക്ക് നേരെ അങ്ങനെ രക്തമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഐറ്റംസ് ഒന്നും കാണാൻ കഴിയില്ല. അതിനിങ്ങനെ മാറി മാറി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി രക്തക്കുഴലുകളുടെ അവസ്ഥ എന്താ? ഏതാണ്ട് രക്തക്കുഴലുകളുടെ നമ്മുടെ മൊത്തം രക്തക്കുഴലുകൾ എല്ലാം കൂടി കൂട്ടിവെച്ചാൽ ഏകദേശം 1,00,000 കിലോമീറ്റർ വരെ നീളമുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റാൻ മാത്രമേ നീളമുണ്ട്. 50,000 താഴെയാണ് ഭൂമിയുടെ ചുറ്റളവ്. അപ്പോൾ അത്രമാത്രം നീളമുള്ള രക്തക്കുഴലുകൾ ചെറുതും വലുതുമായി കൊച്ചു ധമനികളായി സിരകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ഉണ്ടാക്കിയത് എവിടുന്ന? ഈ മണ്ണിൻ്റെ സത്തിൽ നിന്ന്. ആലോചിക്കുക. അപ്പോൾ അതും അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ്. ശ്വാസകോശം അത് മറ്റ് അത്ഭുതകരമായിരിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ വിശാലത മാത്രം ഞാൻ പറയാം. ശ്വാസകോശത്തെ നമ്മൾ വിശാലമാക്കുകയാണെങ്കിൽ, വിസ്തൃതമാക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 മുതൽ 75 ചതുരശ്ര മീറ്റർ വരെ, സ്ക്വയർ മീറ്റർ വരെ അത് വിശാലത ഉണ്ടാവും. ഒരു ചെറിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്രയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നോക്കുമ്പോഴോ കണ്ടാലോ വളരെ സിമ്പിളാണ്, വളരെ നിസ്സാരമാണ്. എവിടെ നിന്നാണ് വന്നത്? അതും വന്നത് ഈ മണ്ണിൽ തന്നെയാണ്, ഈ മണ്ണിൻ്റെ സത്തിൽ നിന്നാണ്. അങ്ങനെ ഓരോന്നും ആമാശയം അത് അത്ഭുതകരമാണ്. ആമാശയത്തിലെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതാണല്ലോ ഇത് ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൽ ഈ സിങ്ക് പോലെയുള്ള ലോഹങ്ങൾ വരെ ദഹിക്കും. എന്നാൽ അത് നിലകൊള്ളുന്ന ആമാശയം അത് ദഹിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? ആമാശയത്തിൻ്റെ ഭിത്തികളിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന സംവിധാനം, മ്യൂക്കസ് പാളികൾ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആമാശയം ദഹിക്കാതെ പോകുന്നത്. എന്നാൽ മ്യൂക്കസ് പാളികളോ ഒരു 3-4 ദിവസം കൂടുമ്പോൾ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതും എവിടെ നിന്നാണ് വന്നത്? ഈ മണ്ണിൽ തന്നെയാണ്. അപ്പോൾ വളരെ യാദൃശ്ചികമായി അവസാനിപ്പിക്കുകയാണ്. DNA അത് അതിലേറെ അത്ഭുതകരമാണ്. വിവരശേഖരണത്തിൽ DNA പോലെ അത്യത്ഭുതകരമായിരിക്കുന്നൊരു സംഗതി നമുക്ക് വേറെ പറയാൻ കഴിയില്ല. മനസ്സിലല്ലോ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള DNA കംപ്ലീറ്റ് അത് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരിക്കിങ്ങനെ വെച്ചു കൊടുത്താൽ ഒരു 10 ബില്യൺ മൈൽ ദൂരം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സൂര്യനിൽ ഒരു 2 തവണ പോയി ഒരാളുടെ അത്രയും ദൂരം ഉണ്ടാവും. അത്രയും അകലത്തിലേക്ക് നീട്ടി വെക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലുള്ള ഈ DNA മാത്രം നേരെ വെച്ചു കൊടുത്താൽ. എന്നാൽ അതിൽ ഒരു DNA കപ്പാസിറ്റി എത്രയാണ്? ലക്ഷക്കണക്കിന് GB സ്റ്റോർ ചെയ്യാൻ സാധ്യമാകുന്ന അത്രയും വിശാലത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും നിസ്സാരമെന്ന് തോന്നാവുന്ന ഓരോ DNAകൾക്കും ഉണ്ട് എങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഉള്ള മൊത്തം DNAകളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇത്രയാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ, അവൻ്റെ കർമ്മങ്ങളെ, വാക്കുകളെയൊക്കെ രേഖപ്പെടുത്തി വെക്കുമെന്നും പരലോകത്ത് നമ്മുടെ കൈകാലുകളും നമ്മുടെ ചർമ്മങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ റെക്കോർഡിങ് നമ്മുടെ ശരീരത്തിനായിക്കൂടെ? അള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോലും മറച്ചു വെക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ കൈകളും കാലുകളും കണ്ണുകളും കാതുമൊക്കെ നിർവഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും?
അപ്പം ഇങ്ങനെ ഒട്ടേറെ അത്യത്ഭുതകരമായിരിക്കുന്ന സങ്കീർണമായിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനും സ്വമേധയാ യാദൃശ്ചികമായി അങ്ങനെ ഉണ്ടായിപ്പോയതാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ അന്ധവിശ്വാസം, അശാസ്ത്രീയമായിരിക്കുന്ന വാദം, അസംബന്ധം ദുനിയാവിൽ വേറെയില്ല. ഒറ്റ വാചകമേ ചേർത്ത് പറയാനുള്ളൂ, ഇന്ന ശർദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅഖലൂൻ. തീർച്ചയായും പടച്ചവന്റെ സൃഷ്ടികളിൽ അവൻ്റെ അരികിൽ ഏറ്റവും നികൃഷ്ടരായിരിക്കുന്ന ജീവികൾ, പടച്ചവന്റെ അരികിൽ അവൻ്റെ മുമ്പിൽ ഏറ്റവും നികൃഷ്ടരായിരിക്കുന്ന ജീവികൾ ചിന്തിക്കാതെ ബധിരന്മാരായി മൂകന്മാരായി മാറിയിരിക്കുന്ന ആളുകളാണ് എന്ന ഖുർആന്റെ വാക്യം ഇവിടെ അടിവരയിടുക. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടവതും ചിന്തിക്കാതെ, ഗ്രഹിക്കേണ്ടവതും ഗ്രഹിക്കാതെ, യുക്തിബോധത്തെ ഉപയോഗിക്കേണ്ടവതും ഉപയോഗപ്പെടുത്താതെ അതിനെ മുഴുവനും തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടുകയും എന്നിട്ട് അന്ധവിശ്വാസങ്ങളുടെ പടുകയത്തിൽ ചെന്ന് ചാടുകയും ചെയ്തിരിക്കുന്ന ആളുകൾ, ഇവരെക്കാൾ വലിയ നികൃഷ്ട ജീവികൾ ഈ ദുനിയാവിൽ വേറെ ആരുണ്ട് എന്ന ഖുർആന്റെ ചോദ്യം അല്ലെങ്കിൽ ഉത്തരം അവിടെ തന്നെയാണ് ഈ ആളുകൾ ചെന്ന് കിടക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്. ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുള്ളൂ, ഇത്ര തന്നെയുള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ ഈ വിഷയത്തിൻ്റെ ഹെഡിങ് നിരീശ്വരവാദം, അശാസ്ത്രീയമായ അസംബന്ധം തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.